പെരുന്നാൾ കഴിക്കാനുള്ള പൈസ നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. 3 ലക്ഷം രൂപ ക്യാഷ് ബാക്ക്, 60 റുപ്യ 70 റുപ്യ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. വണ്ടി എടുക്കുമ്പോൾ ഒരു റീപ്ലേസ് വാഹനത്തിൽ കാണിച്ചാൽ നമ്മൾ വണ്ടി ഓല് പറയുന്ന റേറ്റിന് കൊടുക്കാം. നമുക്ക് 15 റുപ്യ ഡയറക്റ്റ് കുറച്ചു കൊടുക്കാം. മാത്രമല്ല ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ് ഇതിന്. പകുതിയല്ല, 1/3 ഭാഗം ആകുന്നുള്ളൂ. അതിലും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഫുള്ള് ലോൺ വാഹനങ്ങൾക്കൊക്കെ നമുക്ക് ഫ്രീ ഡോക്യുമെന്റേഷൻ ചാർജ് ആണ്. ഏകദേശം നമുക്ക് നല്ലൊരു എമൗണ്ട് അതും സേവ് ചെയ്യാം. കാരണം ഫുൾ ലോൺ വരുന്ന ഒരു 10-20ഓളം വണ്ടി നമ്മൾ ഈ ഫുൾ ലോൺ ഉള്ള വാഹനങ്ങളുണ്ട്. 30 രൂപ 40 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം ഇറക്കാം. ഓഫർ പ്രൈസിന് 2 വാഹനങ്ങൾ ഹൈ ക്വാളിറ്റി ആണ്. ഈ വാഹനങ്ങളൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് 8.5 ലക്ഷം രൂപ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. നല്ല ലോ പ്രൈസിന് എവിടെ അന്വേഷിച്ചാലും വെല്ലുവിളി പ്രൈസ് ആണ്. മാർക്കറ്റ് നോക്കിക്കോളി, ഒരു റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലെയിം ഇല്ലാത്ത വണ്ടി, നമ്പർ മറച്ചിട്ടില്ല. പുതിയ ഇൻഷുറൻസ് 7 ലക്ഷം രൂപ ID ഉള്ള പുതിയ ഇൻഷുറൻസ് എടുത്തു തരും. ഫുള്ള് ലോണും ചെയ്യും. ഡിയർ ഫ്രണ്ട്സ്, റംസാൻ ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാളിനും ഈ ഒരു നോമ്പ്, ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂടാണ് കഴിഞ്ഞോടുകൂടി മഴക്കാലം കൂടിയാണ്. അപ്പൊ കാറൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കാറുകൾ, അത് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി കാറുകൾ, അതും നല്ല വാറണ്ടിയിൽ നല്ല ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷോറൂം. പിന്നെ നിങ്ങൾക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ, നിങ്ങൾ 1 രൂപ പോലും മുടക്കാതെ നിങ്ങൾ ഡോക്യുമെന്റ് ആയിട്ടും വരാം, വാഹനങ്ങളായിട്ടും പോകാം. അപ്പൊ നല്ല അടിപൊളി കളക്ഷന് SUV, ചെറു കാറുകൾ, സാധാരണക്കാർക്ക് പറ്റിയ കാറുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല അടിപൊളി ഷോറൂമാണ്. അപ്പോൾ നമുക്ക് ആളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ സമീർ ഭായി തന്നെയാണ് കൂടെ ഉള്ളത്. സമീർക്ക, എന്തൊക്കെയാണ് നമുക്ക് നോമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഓഫർ കാര്യങ്ങൾ? ഒരുപാട് കളക്ഷനുകൾ നമ്മൾ പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട്. ഒരുപാട് വണ്ടികളാണ്. ഒരു 10-45 വണ്ടികൾ നമ്മുടെ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഒരു 15ഓളം വണ്ടികൾ ഇപ്പോ ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങളൊക്കെ ആയിട്ട് കേറാനുണ്ട്. ഈ പെരുന്നാളും നോമ്പും ഓഫർ റേറ്റ് ഇട്ടിട്ട് വണ്ടി കൊടുക്കുന്നത്. അത് മാക്സിമം റേറ്റ് കുറച്ച്, നമ്മൾ പഴയ വണ്ടിയിലെ സ്റ്റോക്കുകളൊക്കെ മാക്സിമം റേറ്റ് കുറച്ച് വിറ്റ് ഒഴിവാക്കുകയാണ്. പുത്തൻ സ്റ്റോക്കുകൾ, കണ്ടമാന സ്റ്റോക്കുകൾ പുതിയ വന്നിട്ടുണ്ട്. മിസ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള വീഡിയോകളാണ് നമുക്ക് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള 10 ലക്ഷം റുപ്യന്റെ ഫിറ്റിംഗ്സ് ഉള്ള 19 മോഡല് 4x4 ഓട്ടോമാറ്റിക് ഉള്ള വണ്ടി, 10 വുഡ് സ്റ്റെപ്പ്, അതുപോലെ തന്നെ ടെസ്ലന്റെ സ്ക്രീന് 360 ക്യാമൊക്കെ വന്നിട്ടുള്ള അടിപൊളി ഫോർച്യൂണർ നല്ല ഓഫർ റേറ്റിൽ കൊടുക്കാം നമുക്ക്. അപ്പൊ വെയിറ്റ് ചെയ്തോളി. അപ്പൊ നമുക്ക് കളക്ഷൻസ് പറയുകയാണെങ്കിൽ എല്ലാ റേഞ്ചിലുള്ള വാഹനമുണ്ട്. ലോ ബഡ്ജറ്റ് 1 ലാക്ക് ബിലോ ഉള്ള വാഹനങ്ങളില്ല, ഒക്കെ എബോ ഉള്ള വാഹനങ്ങളുള്ളൂ. മാക്സിമം വാഹനങ്ങൾക്കും മാക്സിമം ലോൺ ചെയ്യുന്ന വാഹനങ്ങളാണ് ഇപ്പൊ നമ്മൾ കൂടുതൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് വന്ന വണ്ടിയായിട്ടും പോകാം. പിന്നെ അതുപോലെ തന്നെ ഈ മാർച്ച് 31 വരുന്ന ഫുള്ള് ലോൺ വാഹനങ്ങൾക്കൊക്കെ നമുക്ക് ഫ്രീ ഡോക്യുമെന്റേഷൻ ചാർജ് ആണ്. ഏകദേശം നമുക്ക് നല്ലൊരു എമൗണ്ട് അതും സേവ് ചെയ്യാം. കാരണം ഫുൾ ലോൺ വരുന്ന ഒരു 10-20ഓളം വണ്ടി നമ്മൾ ഈ ഫുൾ ലോൺ ഉള്ള വാഹനങ്ങളുണ്ട്. അതിൽ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടും ഉണ്ട്. പോരാത്തതിന് നമുക്ക് 1 രൂപ ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ കൊണ്ടുപോകുന്നത് കൂടെ ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. അപ്പൊ നമുക്ക് ഇനി ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ RB മോട്ടോഴ്സിലേക്ക് എങ്ങനെ എത്തിച്ചേരാം? ഇത് മലപ്പുറം ജില്ലയില് വണ്ടൂരാണ്. വണ്ടൂർ എന്ന് പറയുമ്പോൾ നിലമ്പൂരിന്റെയും പെരിന്തൽമണ്ണയും സെൻട്രല്. ഇതിന് പെരിന്തൽമണ്ണ റോഡിലോട്ട് ഒരു 1 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു വ്യാപാരിവാൻ റോഡുണ്ട്. അതായത് റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ട് ചാരി ആ റോഡിലൂടെ പോന്നു കഴിഞ്ഞാൽ ഒരു 200 മീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പും വീട് ഒരുമിച്ചാണ്. ധൈര്യമായിട്ട് പോകുമ്പോൾ ഏത് സമയത്തും നമ്മളുണ്ടാവും. പ്രത്യേകിച്ച് നമുക്ക് വീട് കം യാർഡാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും നോക്കണ്ട, ഏത് സമയത്ത് വന്നാലും എവിടുന്ന് വന്നാലും. ഈവൻ ലോങ് എന്ന് വരുന്നവർക്ക് ട്രെയിനിന് വരികയാണെങ്കിൽ എങ്ങനെയാണ് സൗകര്യം? ഷൊർണൂരിന്ന് നിലമ്പൂരിലേക്ക് പോകുമ്പോൾ വാണിയമ്പലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് 3 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ഷോപ്പിലോട്ട്. അപ്പൊ ഏത് സമയത്ത് ഈവൻ ഓട്ടോ പിടിച്ച് വരികയാണെങ്കിൽ ചെറിയൊരു എമൗണ്ട് നമുക്ക് നേരെ ഇവിടെ എത്തിച്ചേരാം. തീർച്ചയായിട്ടും ഒരു 40 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ഇത്തവണ നമ്മള് ഒരു മിഡിൽ റേഞ്ച് വാഹനങ്ങൾ തുടങ്ങാം. ഫസ്റ്റ് തന്നെ ടൊയോട്ടന്റെ ഗ്ലാൻസ് അല്ലെ? അതെ, ഗ്ലാൻസ് ഒക്കെ നമുക്കല്ലോ 2,20,000 കിലോമീറ്റർ കമ്പനി വാറണ്ടിയിൽ കിടക്കുന്ന വാഹനമാണ് ഇതൊക്കെ. ഒരു പേടിയും പേടിക്കാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കാം. അതും ഏറ്റവും ടോപ്പ്, പുതിയൊരു കാർ എടുക്കുന്ന വാഹനം പോലെ എടുക്കുന്ന ഈ വാഹനത്തിനൊക്കെ ക്വാളിറ്റി നിങ്ങൾക്ക് അതിന്റെ ഉൾഭാഗമൊക്കെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ഹൈ ക്വാളിറ്റി. അത്യാവശ്യം ഒരു പ്രീമിയം കാർ ചെയ്യുന്ന പോലെ നമുക്ക് സീറ്റിംഗ് കവറൊക്കെ നല്ല ഹൈ, ഇവരൊക്കെ നല്ല റേറ്റ് ഇട്ടിട്ടുള്ള സീറ്റ് കവർ ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. യാതൊരുവിധ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, ഫ്ലഡ് ഇല്ല, ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ഒരു 90% എല്ലാ ടയറും ഉണ്ട്. ഇത് V ആണ് കേട്ടോ ഓപ്ഷന്. G അല്ല,
വി ഓപ്ഷൻ വരുന്ന ഇതിന്റെ ഏറ്റവും ഏറ്റവും top ടോപ്പ് വേരിയന്റ്. അതും ഗ്ലാൻസിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയ കളറും ആണത്. നല്ല കളർ, DRL, ഡയലൈറ്റ്, റണ്ണിംഗ് ലൈറ്റ്, ഡുവൽ എയർ ബാഗ്, ABS, അലോയ് വീല്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ്, ടച്ച് സ്ക്രീന്, നാവിഗേഷൻ, GPS എല്ലാം ഫിറ്റഡ് ആയ പെട്രോൾ അടിച്ച് അങ്ങ് ഓടിയാൽ മതി. അതും കമ്പനി വാറണ്ടിയിൽ 2,20,000 കിലോമീറ്റർ നിങ്ങൾക്ക് വാറണ്ടിയോട് കൂടെ പോകാം. അപ്പൊ എങ്ങനെയായിരുന്നു മോഡൽ? 19 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്. 19 ഡിസംബർ ആണ് ലാസ്റ്റ് മോഡലാണ്. 19 സെപ്റ്റംബറോ ഡിസംബറോ ആണ് ലാസ്റ്റ് മോഡൽ വാഹനമാണ്. റീപ്ലേസ്, ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. A to Z ഷോറൂം സർവീസ് ആണ്. പിന്നെ വാറണ്ടി ഉണ്ടാകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വാഹനം വെറും 7,40,000 രൂപക്ക് വാഹനം കൊണ്ടുപോകാം. 7,40,000 രൂപക്ക് വി ഓപ്ഷൻ ആണ്. GN എല്ലാവരും ചോദിക്കുന്നത് A3/4 റേഞ്ചിൽ. മാർക്കറ്റ് നോക്കിക്കോളി. ഒരു റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലെയിം ഇല്ലാത്ത വണ്ടി, നമ്പർ മറച്ചിട്ടില്ല. പുതിയ ഇൻഷുറൻസ് 7,00,000 രൂപ ID ഉള്ള പുതിയ ഇൻഷുറൻസ് എടുത്തു തരും. ഫുള്ള് ലോണും ചെയ്യാം. അപ്പൊ നമുക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. അടുത്ത നമുക്ക് ജനപ്രിയ മോഡൽ അല്ലേ, അതും ഷിഫ്റ്റില് റെഡ് കളർ. ഏത് കളറിലാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ എടുത്തിട്ടുണ്ട്. 2019 മോഡൽ തന്നെയാണ്. വെറും 44,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇതിനും ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും നിലവിൽ സംഭവിച്ചിട്ടില്ല. ബമ്പർ റീപ്ലേസ് നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഷോറൂമിൽ ടച്ചപ്പ് ഉണ്ട്. വേറെ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നും വാഹനത്തിനില്ല. ഈ വാഹനം നമുക്ക് 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 5,30,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം ഈ വാഹനത്തിൽ. 5,30 വരെ ലോൺ ചെയ്യാം. 5,30, 5,35 വരെ നമുക്ക് ലോൺ ചെയ്യാം. ഈ വാഹനം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് 5,75 ആണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മാക്സിമം റേറ്റ് കുറച്ച് ഈ 31-ാം തീയതി വരെയുള്ള സെയിൽ ബിഗ് സെയിലാണ്. നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ആണ്. അപ്പൊ പേടിയില്ല, കസ്റ്റമർക്ക് ധൈര്യപ്പെട്ട് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഫുൾ ഓൺ ഒരു 30 രൂപ 40 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം ഇറക്കാം. ഒരു ചെറിയ ഒൾട്ടണ്ണൂർ ഇറക്കണ പോലെ നമ്മളെ സ്വിഫ്റ്റ് 44,000 കിലോമീറ്റർ 44,000 കിലോമീറ്റർ ഓടിയ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ഡുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന വാഹനം. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. ചെറിയ കിലോമീറ്റർ പെട്രോൾ ആണിത്. ഈ വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ് 24 ഒക്കെയാണ്. 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നത് സുഖമായിട്ട് കിട്ടും. i20 ഒരു ആക്റ്റീവ്, ഒരു ക്രോസ് മോഡലാണ് വരുന്നത്. ഈ i20 ആക്റ്റീവിനുള്ള പ്രത്യേകത ഉണ്ട്. i20 നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഗിയർ ഷിഫ്റ്റിംഗ് പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ഈ ഒരു ക്രോസ് മോഡലില് കമ്പനി തന്നെ മാറ്റം വരുത്തിയിട്ടാണ് ഇതിന്റെ ഗിയർ ബോക്സ് ഇറക്കിയിട്ടുള്ളത്. ഇത് ഫുൾ സർവീസും, അതും പക്കാ ഷോറൂം സർവീസുള്ള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ് i20 ആക്റ്റീവ് XXO. അതായത് 6 എയർ ബാഗ്, ഏറ്റവും ടോപ്പ് എൻഡ്. പിന്നെ നമ്മളൊരു പ്രീമിയം ക്രെറ്റ ഒക്കെ വരുന്ന പോലെ ഇതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുമ്പോൾ ഇതിന് ഫുള്ള് ബ്ലാക്ക് ആണ്. റൂഫും ഡാഷും അതുപോലെ തന്നെ പോസ്റ്റുകളും എല്ലാം ബ്ലാക്ക് ഫിനിഷിംഗിലാണ് ഇത് വരുന്നത്. ഇതിനൊരു XX ഓപ്ഷനിലുള്ള ഏറ്റവും കൂടുതൽ ഫിറ്റിംഗ്സ് ഉള്ള വാഹനമാണ്. അപ്പൊ ഇത് നമുക്ക് ശരിക്കും i20 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പ്രീമിയം കാറ്റഗറി വരുന്ന, അതായത് ഇതിൽ നിങ്ങൾക്ക് സീറ്റിലും ഡോർ പോസ്റ്റിലും അതുപോലെ തന്നെ എല്ലാ എയർ ബാഗ് വരുന്ന 6 എയർ ബാഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി. വണ്ടിയിൽ വേറെ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് ഇപ്പൊ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ കമ്പനി തന്നെ സർവീസ് ചെയ്തിപ്പോ ക്ലച്ചും കാര്യങ്ങളൊക്കെ മാറി എല്ലാം പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റി ആക്കിയിട്ടുള്ള വാഹനമാണ്. യാതൊരുവിധ ക്ലെയിം ഇല്ല, റീപ്ലേസ് ഇല്ല. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് കീ ഉണ്ട്. പുഷ് ബട്ടൺ ആയതുകൊണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയണം. ഈ വാഹനം നമ്മൾ ഇവിടെ ചോദിക്കുന്ന റേറ്റ് 7,15,000 രൂപയാണ്. 7,25,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ റമളാൻ പ്രമാണിച്ച് ഇത് ഒരു ഓഫർ റേറ്റിന് 6,90,000 രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. സ്പെഷ്യൽ റേറ്റ് 6,90,000 പുതിയ ഇൻഷുറൻസ് നമ്മൾ 7,00,000 ഐഡികളുടെ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ഈ വാഹനത്തിന് നമുക്ക് 7,20,000 വരെ ലോണും ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കുറച്ച് പൈസ അങ്ങോട്ട്, ഒരു 30,000 രൂപ പെരുന്നാൾ കഴിക്കാനുള്ള പൈസ നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. അതെ, അപ്പൊ നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ കുറച്ച് പൈസ പോകാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം. അടുത്താണ് നമ്മളെ യുവാക്കളുടെ എന്നും ഹരം എന്ന് പറയുന്ന ഒരു വാഹനം. ജനറേഷൻ ആളുകൾ ഇഷ്ടപ്പെട്ട് ഈ പോളോ ഇഷ്ടപ്പെടാനുള്ള കാരണം തന്നെ ഈ 1.5 എന്നുള്ള എഞ്ചിനാണ്. ആ എഞ്ചിൻ വരുന്ന വാഹനമാണ്. പോളോയിൽ 1.2 ഉണ്ട്, 1 ലിറ്റർ ഉണ്ട്, 1.5 ഉണ്ട്, 1.6 ഉണ്ട്. 1.6 വെന്റോയിലാണ് വരുന്നത്. ഈ വാഹനമാണ് പോളോ ആക്കിയ ഡീസൽ എഞ്ചിന്
1.5 ഉള്ള അടിപൊളി ക്വാളിറ്റി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോളൊക്കെ ആരാധകരുള്ള ഈ ഒരു കളറിലാണ്, റെഡ് കളറിലാണ്. ഇത് ബ്ലാക്ക് ഒട്ടിച്ചതാണ്, ബ്ലാക്ക് കളർ കമ്പനി വരുന്നതല്ല, ബ്ലാക്ക് ഒട്ടിച്ചതാണ്. ഇത് ഹൈലൈൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഹൈലൈൻ പ്ലസ് ഹൈലൈൻ ആണ് ഇത്. ഹൈലൈൻ പ്ലസ് 17 ശേഷം വന്നിട്ടുള്ളത്. 15 മോഡല് ഹൈലൈൻ ആണ്. ഈ വാഹനം നമ്മൾ 5.25 ഇവിടെ റേറ്റ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 5.25. റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ 1 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സർവീസും ക്ലിയർ ആണ്. 2 പുതിയ ടയർ ഇപ്പം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇൻഷുറൻസ് നമ്മൾ പുതിയ ഇൻഷുറൻസ് എടുത്ത് കസ്റ്റമർ കൊടുക്കും. 5,10,000 രൂപക്ക് ഈ വാഹനം കൊടുക്കാം. 5.10. 5.25 നമ്മൾ റേറ്റ് പറഞ്ഞ് 5.10 നമുക്ക് കൊടുക്കാൻ പറ്റും. ഡയറക്റ്റ് കുറച്ചു കൊടുക്കാം. മാത്രമല്ല ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ് ഇതിന്. 5,10,000 വരെ ലോൺ കിട്ടും. ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. കസ്റ്റമർക്ക് ഇനി എന്താ പേടിക്കാനുള്ളത്? വണ്ടി എടുക്കാൻ ധൈര്യം 20 രൂപയായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യാം. അപ്പൊ 2 മാസത്തെ പിന്നെ നമുക്ക് EMI നമുക്ക് ആ രീതിയിൽ അങ്ങനെ പോവുകയും ചെയ്യാം. ഇത് പിന്നെ ഡീസൽ ആയതുകൊണ്ട് 18 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന നല്ല പെർഫോമൻസ് ഉള്ള 1.5 വരുന്ന ഡീസൽ ഡീസൽ പിന്നെ അറിയുന്നതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അതെ അതെ. അടുത്തൊരു ഓഫർ പ്രൈസിന് 2 വാഹനങ്ങൾ ഹൈ ക്വാളിറ്റി ആണ്. ഈ വാഹനങ്ങളൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് 8.5 ലക്ഷം രൂപ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. നല്ല ലോ പ്രൈസിന് എവിടെ അന്വേഷിച്ചാലും വെല്ലുവിളി പ്രൈസ് ആണ് ഇതൊക്കെ. ഓഫർ റേറ്റ് ഇട്ടുന്നത് തന്നെ മാർച്ചിൽ മാക്സിമം റേറ്റ് സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ വാഹനം 2018 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ബലേനോ ആൽഫ CVT ഓട്ടോമാറ്റിക്. CVT ഓട്ടോമാറ്റിക് ആണ്, പ്രത്യേകം പറയണം. AMT അല്ല, മാരുതിയുടെ AMT ആണ് വരിക. ഇത് CVT ഓട്ടോമാറ്റിക് വരുന്ന ആൽഫ ഏറ്റവും ടോപ്പ് ഉണ്ട്. ഇതിനൊന്നും ചെയ്യാനില്ല. വണ്ടിയിൽ 4 നേരെ പ്രീമിയം ലെവലിലൊക്കെ വരുന്ന ഗിയർ ബോക്സ് ആണ്. ലാഗിങ് ഉണ്ടാവില്ല, ബാക്കിലോട്ട് ഇറങ്ങുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഹോൾഡ് അസിസ്റ്റ് ഉണ്ടാവും. 4-5 പുത്തൻ ടയർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് കസ്റ്റമർ കൊടുക്കുക. ഒരു റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങൾ ഒന്നും വാഹനത്തിലില്ല. ഈ ഹൈ ക്വാളിറ്റി വാഹനം മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ വാഹനങ്ങൾ എടുക്കുന്നത്. അതും ഓഫർ പ്രൈസിന്. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ 2018 ആൽഫ, അതും 68,000 കിലോമീറ്റർ ഇപ്പൊ സർവീസ് കഴിഞ്ഞു. 1000 കിലോമീറ്റർ ഒക്കെ അഴിയിട്ടുണ്ടാവുള്ളൂ. ഇത്രയും കിലോമീറ്റർ, ലോ കിലോമീറ്ററുള്ള വാഹനം ഏത് ഷോപ്പുകളിലാണെങ്കിലും ഏത് കസ്റ്റമർ ആണെങ്കിലും 8 ലക്ഷം ചോദിക്കുന്ന വാഹനമാണ്. 7,40,000 രൂപ നമുക്ക് കൊടുക്കാം. അതായത് നമുക്ക് ഏകദേശം 55,000 രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. 8 ലക്ഷം രൂപ മാർക്കറ്റിലുള്ള വാഹനം നിങ്ങൾ എവിടെയും കൊണ്ട് ചെക്ക് ചെയ്തോളി. ഫുള്ള് കമ്പനി സർവീസ് മാത്രമാണ്. 10 to 5 ഫുള്ള് സർവീസ് ഉണ്ട്. ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ബില്ലടക്കമുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് 7,40,000 രൂപ ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? 8 ലക്ഷം വരെ ലോണും ചെയ്യാം. അങ്ങോട്ട് 10,000 രൂപ കൊണ്ടുപോയി 8 ലക്ഷം വരെ ലോൺ ചെയ്യാം. 750 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ഒരു 50 രൂപ ക്യാഷ് ബാക്കും കിട്ടും. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് ജാബ് ഉണ്ട്, 5 പുത്തൻ ടയർ ഉണ്ട്. വണ്ടി 1 രൂപ ചെലവാക്കാണെങ്കിൽ ഞാനാണ് ഉണ്ടാക്കി തരും. അത്ര ഗ്യാരണ്ടിയിൽ കൊടുക്കാം നമുക്ക് ഈ വാഹനങ്ങൾ. വെല്ലുവിളിക്കാണ്. ഇനി അടുത്തൊരു ഇതും ബലേനോ ഗ്ലാൻസ അല്ല, ഗ്ലാൻസ് അല്ല, ബലേനോ കളർ ചേഞ്ച്. ഇതും CVT ഓട്ടോമാറ്റിക്. അത് ആൽഫ ആണെങ്കിൽ ഇത് സീറ്റ ആണ്. വ്യത്യാസം എന്ന് പറയുന്നത് ഹെഡ്ലൈറ്റിൽ മാത്രം വരുള്ളൂ. നാവിഗേഷൻ അവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സോണിന്റെ 45,000 രൂപന്റെ സെറ്റ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. സോണിന്റെ സെറ്റ്, അതും നല്ല ഹൈ ക്വാളിറ്റി ഉള്ള സെറ്റാണ്. അതിന്റെ ക്ലാരിറ്റി, അത്രയും ക്ലാരിറ്റിയാണ്. ഈ വാഹനം വെറും 38,000 കിലോമീറ്റർ ആകെ വാഹനം ഓടിച്ചുള്ളൂ. 38,000 കിലോമീറ്റർ. സിംഗിൾ ഒരു ലേഡി കാനഡയിലാണ് അവര്. അപ്പൊ അവര് വണ്ടി ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഓരോ കൊല്ലവും സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ലോ കിലോമീറ്റർ വാഹനങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കണം. കാരണം അതിന്റെ സർവീസ് കറക്റ്റ് ആണോ, കൊല്ലം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ കിലോമീറ്റർ അനുസരിച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട വേണം. ഓരോ കൊല്ലത്തിലും സർവീസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പൈസക്ക് ഞാൻ തരും. അത്ര ഗ്യാരണ്ടിയാണ്. 2016-17 രജിസ്റ്റർ, സിംഗിൾ ഓണർ. ഇപ്പൊ ഇൻഷുറൻസ് മാരുതിന്ന് ഇൻഷുറൻസ് ഇപ്പൊ കെട്ടി ഇറക്കിയിട്ടുള്ളൂ. വണ്ടി സ്റ്റെപ്പിന് തൊട്ടിട്ട് പോലുമില്ല ഈ 2 വാഹനങ്ങളിലും. ആ 3 വാഹനം സ്റ്റെപ്പിന് തൊട്ടിട്ടില്ല. ഈ വാഹനം നമുക്ക് ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ 7 ലക്ഷം രൂപ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. 6.25 ലക്ഷം രൂപ നമുക്ക് ഫൈനൽ റേറ്റ് കൊടുക്കാം. അതായത് നമുക്ക് സ്പെഷ്യൽ
6.25 ലക്ഷം റുപ്യക്ക് ഈ ഒരു ബലേനോ ഓട്ടോമാറ്റിക് 38,000 കിലോമീറ്റർ ഓടി കേരളത്തിൽ കിട്ടൂല. വെല്ലുവിളിയാണ്. ക്ലെയിം ഇല്ലാത്ത വണ്ടി കേട്ടോ. കമന്റ് ചെയ്തോളൂ. ആരെങ്കിലും കൊടുക്കണമെങ്കിൽ അതും ലോ കിലോമീറ്റർ ഹൈ ക്വാളിറ്റി ആണെന്നാലും ഇതിൽ പുഷ് ബട്ടൺ ഉണ്ട്, കീലെസ് എൻട്രി ഉണ്ട്, നാവിഗേഷൻ ഉണ്ട്, GPS ഉണ്ട്, റിവേഴ്സ് ക്യാം ഉണ്ട്, സെൻസർ ഉണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് ജാബ് ഉണ്ട്. സർവീസ് ഇപ്പൊ ചെയ്തിട്ട് 200 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ കേട്ടോ. നമ്മളെ വെല്ലുവിളിക്കുന്ന പ്രീറ്റ്. എന്നിട്ട് ഈ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി ഈ റേറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഫ്ലഡ് ആയ വണ്ടിയല്ല, ക്വാളിറ്റി നോക്കണം, വാഹനം കിട്ടൂല, അത്രയും ഗ്യാരണ്ടി. അടുത്തതാണോ സണ്ണി? അതായത് നിസാൻ സണ്ണി ഇപ്പൊ നിലവിൽ പ്രൈവറ്റ് ആയിരുന്നു വാഹനങ്ങൾ. അപ്പൊ ഈ കസ്റ്റമർ നേരത്തെ 1.5 വർഷം മുമ്പ് ടാക്സിയിലോട്ട് മാറ്റിയ വാഹനമാണ്. 2014 ലാസ്റ്റ് വരുന്ന 14 ഫസ്റ്റിലാണ് ഈ ഷേപ്പ് വരുന്നത്. 14 6 മാസത്തിന് മുമ്പാണ്. വാഹനത്തിന് വേറെ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, ഫ്ലഡ് ഇല്ല, ഒന്നുമില്ല. 4 പുത്തൻ ടയർ ഉണ്ട് വണ്ടിയിൽ. പിന്നെ സമീർക്ക, ഇതിന്റെ മൈലേജ് ആദ്യം തന്നെ 23 കിലോമീറ്റർ ഡീസലിൽ 23 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനം അത്. അതായത് ഒരു ബുള്ളറ്റ് കൊണ്ടെടുക്കുന്ന ചെലവിൽ കൊണ്ടുവരുന്ന വണ്ടിയാണ്. അതും പുതിയ ടെസ്റ്റ് കേട്ടോ, പുതിയ ടെസ്റ്റ്. ലൈഫ് ടാക്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. പുതിയ GPS ഫിറ്റാക്കി, പുതിയ 4 ടയർ ഉണ്ട്. ഒരു റീപ്ലേസ് വാഹനത്തിൽ കാണിച്ചാൽ നമ്മൾ വണ്ടി ഓല് പറയുന്ന റേറ്റിന് കൊടുക്കാം നമുക്ക്. അത്ര സെറ്റപ്പിൽ നമ്മൾ വണ്ടി വിറ്റുകൊടുക്കുന്നത്. ഇപ്പോ വണ്ടിയിൽ വേറെ ഒരു ടെൻഷനും ഇല്ല. ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരു ഓയിലും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറേണ്ടി വരും. ഡീസൽ വണ്ടി ആകുമ്പോൾ സർവീസ് ഇല്ലെങ്കിൽ മാത്രം. ഇതൊക്കെ നേരത്തെ കാണിച്ച വണ്ടികളൊക്കെ പക്കാ ഷോറൂം സർവീസ് ഉള്ള വണ്ടികളാണ്. ഇത് സർവീസ് ഷോറൂമൊന്നും ചെയ്തിട്ടില്ല, എന്നാലും ഗ്യാരണ്ടി കൊടുക്കാം. മെക്കാനിക് ഭാഗങ്ങളൊക്കെ കറക്റ്റ് ആണ്. ഈ വാഹനം എടുക്കുന്ന ആളുകൾക്ക് വെറും 3,50,000 രൂപ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു, 20,000 രൂപ കുറച്ചിട്ട് ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കാണ്. സണ്ണി 3,30,000 നിസാൻ സണ്ണി. അതും ടാക്സിയിൽ എക്സൽ ഓപ്ഷൻ ആട്ടോ. എക്സൽ ഓപ്ഷൻ അറിയുമ്പോൾ കമ്മി ഉണ്ടാവുള്ളൂ. ഡുവൽ എയർ ബാഗ്, ക്ലൈമറ്റ് കൺട്രോൾ, AC, ബാക്കിലോട്ട് AC, 4 ഡോർ പവർ വിൻഡോ, എല്ലാ ഓപ്ഷനും വരുന്ന വാഹനം. നമുക്ക് നല്ല സ്പേഷ്യസ് ആയ നല്ലൊരു ഫാമിലി കാർ എന്ന് പറയാം. നമുക്കൊരു ചെറിയ ഏർപ്പാട് ഉദ്ദേശിക്കുന്ന ഈ വാഹനമൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഊബർ അല്ലെങ്കിൽ ഓല അറ്റാച്ച് ചെയ്തിട്ട് ഓടിക്കുകയാണെങ്കിൽ മിനിമം ഒരു ദിവസം ഒരു 4,000-3,000 രൂപന്റെ ഒക്കെ അടുത്ത് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയായാലും ഒരു 1,500 രൂപ 2,000 രൂപന്റെ അടുത്ത് മാറ്റി വെക്കാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗൾഫിലെ ജോലി നമുക്ക് നാട്ടിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. അടുത്ത തവണ നമ്മള് രാജാവ് ഓണ്ട ആക്കിയ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് സിറ്റിയാണ്. ഏറ്റവും കൂടുതൽ ജനപ്രിയം നേടിക്കൊടുത്തത് ഈ ഓണ്ട സിറ്റി കൊണ്ടാണ്. 2015 മോഡല്, അതും സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. അത് പെട്രോളിന്റെയാണ്. ഒരു ക്ലെയിമോ റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും പുതിയ ഒരു 90% ഉപയോഗിക്കാൻ പറ്റുന്ന യോക്കോമയുടെ ടയർ ഉണ്ട്. ഫ്രണ്ട് 2 യോക്കോമയാണ്, ബാക്കത്തെ ടയർ ബ്രാൻഡ് എനിക്കറിയില്ല. ഇപ്പൊ നിലവില് വാഹനം നല്ല ക്വാളിറ്റിയിലാണ്. സീറ്റ് കവറൊക്കെ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവർ ഉണ്ട്. പിന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് കേട്ടോ. കമ്പനി തന്നെ അലൈവിയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അവര് കമ്പനി വീൽ തന്നെ ചെയ്തിട്ടുള്ളത്. SV ആണ് വേരിയന്റ് ആണ്. SV എന്ന് പറയുമ്പോ മിഡിൽ ഓപ്ഷന്. ഇതിന് സൺറൂഫിന്റെ കുറവുണ്ട്. ഇതിന്റെ വി ഓപ്ഷനും തമ്മിലുള്ള വ്യത്യാസം വീല് മാത്രമേ ഉള്ളൂ. ആ വീൽ അവർ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി മിറർ ആണ്. ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്, കമ്പനി സെറ്റ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, വോളിയം കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ അടക്കം വരുന്ന ഓപ്ഷനാണ് ഈ വാഹനം. നമുക്ക് ഈ വാഹനം അതും ഒരു 5,70,000 നമ്മൾ റേറ്റ് ചോദിച്ചിരുന്ന വാഹനമാണ്. 5.5 ലക്ഷം രൂപക്ക് നമുക്ക് ഈ വാഹനം. അപ്പൊ നമുക്ക് വേണ്ടിട്ട് 25,000 രൂപ സ്പെഷ്യൽ ഓഫർ മാർച്ച് പ്രമാണിച്ച് ബിഗ് സെയിലാണ് നടന്നുകൊടുക്കുന്നത്. 25,000 രൂപക്ക് നമുക്ക് സ്പോട്ടിൽ കുറച്ച് കൊടുക്കുകയാണ്. അതും നമുക്ക് ഈ റേറ്റ് നിങ്ങൾക്ക് അറിയാം. ഇതിലും എഴുതി കഴിഞ്ഞ 5,70,000 ആണ് റേറ്റ് ഇട്ടിട്ടുള്ളത്. അതിൽ 25,000 കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. റേറ്റ് മാക്സിമം കുറച്ചിട്ട് ഒരു റീപ്ലേസ് ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം, പുതിയ ഇൻഷുറൻസ് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കും, ഫുള്ള് ലോണും ചെയ്യും, ഒരു ഡോക്യുമെന്റേഷൻ ചാർജും ഇല്ല. അപ്പൊ നല്ലൊരു എമൗണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി 25 പ്ലസ് നമുക്ക് ഡോക്യുമെന്റ് 10 രൂപന്റെ മുകളിൽ വരും. അതും ഫ്രീ ആണ്. ഏകദേശം 10-35 രൂപ നമുക്ക് എന്തായാലും നമുക്ക്. അതെ അതെ. വീണ്ടും അതിന്റെ ഒരു ചെറിയ ഫേസ് ലിഫ്റ്റ് വന്നൊരു മോഡൽ. ഇത് 2015 മോഡല്. 2015 മോഡല് ഫേസ് ലിഫ്റ്റ് ചെയ്തതാട്ടത്. ഏകദേശം ഒരു 1 lakhന്റെ അടുത്താവും ഫ്രണ്ടും ബാക്കും ഒക്കെ ചെയ്ത് എടുക്കാൻ. ഇത് DRL-ഉം ഡയലൈറ്റും റണ്ണിംഗ് ലൈറ്റ് ഒക്കെ വരുന്ന കമ്പനി ZX-ലോട്ട് കൺവേർട്ട് ചെയ്ത വാഹനമാണ് കേട്ടോ. അത്
ഇതിപ്പോ നിലവിൽ 15 മോഡല്, 15 ലാസ്റ്റ് ആണ്. ഓക്കെ. പിന്നെ അഡീഷണൽ അലോയ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്, അലോയും വീലും കാര്യങ്ങളും. വണ്ടി നല്ല ഇന്റീരിയർ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവറാണ്. ഈ ഷേപ്പ് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഷേപ്പാണ് ഈ വാഹനം. ഹോണ്ട സിറ്റി ഒക്കെ എടുത്തിട്ട് ഈ ഷേപ്പിലോട്ട് മാറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് ഡീസലാട്ടോ. ഡീസലിൽ 23-24 കിലോമീറ്ററിന് അടുത്ത് മൈലേജ് കിട്ടുന്ന വാഹനമാണ്. ഡീസൽ എഞ്ചിനിൽ ഓണ്ടയെ കവച്ച് വെക്കാൻ വേറൊരു വണ്ടി ഇറങ്ങിയിട്ടില്ല. അത്രയും മൈലേജിന്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണം നിങ്ങള്. മൈലേജ് ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത്, വെറുതെ ആളുകൾ പറയുന്നതനുസരിച്ച് പറയില്ല, നമ്മൾ ഉപയോഗിച്ച് ബോധ്യപ്പെട്ടതാണ്. 23, 24, 22 ആ റേഞ്ചിലോട്ട് മൈലേജ് കിട്ടുന്ന ഒരു 5 സീറ്റർ സെഡാൻ വാഹനം നിങ്ങൾ തപ്പി നടക്കുകയാണെങ്കിൽ ഒരു ചാൻസും വേണ്ട, ഇതിന് കഴിഞ്ഞിട്ടേ വേറൊരു വണ്ടിയുള്ളൂ. അതും റേറ്റ് നമ്മൾ മാക്സിമം കുറച്ചിട്ടുണ്ട് കേട്ടോ. 5,90,000 രൂപ ചോദിച്ച വണ്ടി നമ്മൾ 5,25,000 രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. എല്ലാത്തിനും 5,70,000 ആക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. പുതിയ ഇൻഷുറൻസ് 6 ലക്ഷം ഐഡി ഉള്ള പുതിയ ഇൻഷുറൻസ് ഉണ്ട്, എടുത്തു തരും കേട്ടോ. ഇൻഷുറൻസ് ഇപ്പൊ നിലവിൽ ഈ 4-ാം മാസം തീരും. ഈ 4-ാം മാസം തീരും. അത് പുതിയ ഇൻഷുറൻസ് എടുത്ത് നമ്മൾ കൊടുക്കും കേട്ടോ. നമുക്ക് ലോൺ ഫുൾ ലോൺ ഇല്ല, ഫുൾ ലോൺ കിട്ടില്ല. ഇതിപ്പോ നമുക്കൊരു 5 ലക്ഷം രൂപ ലോൺ കിട്ടും. 7 ഉറപ്പുണ്ടെങ്കിൽ വാഹനം ഇറക്കാൻ പറ്റും, സുഖമായിട്ട് ഇറക്കാൻ പറ്റും. അടുത്താണ് വെൻഡോ. വെൻഡോ ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ്, പെട്രോള്, 58,000 കിലോമീറ്റർ. എടുത്തു പറയാനുള്ള 1.2 DSG. ഇത് അൺടച്ചപ്പ് വണ്ടി എന്ന് പറയാം. ഒരു പെയിന്റ് പോലും പമ്പറിൽ പോലും കയറിയിട്ടില്ല, അത്രയും ക്ലീൻ ആൻഡ് നീറ്റ്. ഇതൊക്കെ നമ്മൾ പറയാൻ കാരണം ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് പറയുന്നത്. പെയിന്റ് കയറിയിട്ടില്ല എന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഇത്രയും വെരിഫൈ ചെയ്ത് പറയുന്നത്, വെറുതെ പറയുന്നല്ല. ഇത് കംഫർട്ട് ലൈൻ ആണ്. വെൻഡോ ഐലൈൻ തൊട്ട് താഴെ കംഫർട്ട് ലൈൻ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും 4 ഡോർ പവർ വിൻഡോ, ഡുവൽ എയർ ബാഗ്, ABS, എല്ലാ ക്ലൈമറ്റ് കൺട്രോൾ, AC, ബാക്കിലോട്ട് AC. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വേറൊരു സിസ്റ്റം കൂടി ഉണ്ട്. നമ്മൾ ലോക്ക് അൺലോക്ക് ആക്കി നെക്കി പിടിച്ചു കഴിഞ്ഞാൽ മറ്റേ എല്ലാ വിൻഡോകളും അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പ് ഉള്ള വാഹനം. അപ്പൊ നമുക്ക് അത്യാവശ്യം ഫീച്ചർ ലോഡറാണ്, ഒരു പ്രീമിയം ലെവലിൽ കണ്ടിട്ടുള്ള ഒരു വാഹനമാണ്. ഈ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് DSG ഗിയർ ബോക്സ് അത്രയും പെർഫോമൻസ് ആയിട്ട് ഞാനിങ്ങനെ ഒരു പ്രീമിയം ലെവലിൽ പ്രീമിയം ഓടി അങ്ങനത്തെ വലിയ വലിയ വാഹനങ്ങൾക്ക് വരുന്ന ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. വെറും 4.5 ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 4.5 ലക്ഷം രൂപക്ക് ഈ വെൻഡോ ഓട്ടോമാറ്റിക് DSG വെറും 58,000-55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വാഹനം. ഈ വാഹനം നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആണ്. 4.5 ലക്ഷം രൂപയിൽ ഒരു 3.5 ലക്ഷം 3.25 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് 10,75,000 രൂപ ഉണ്ടെങ്കിൽ ഈ വാഹനം കൊണ്ടുപോകാം. അത്രയും ക്വാളിറ്റി ഉള്ള വാഹനമാണ്. പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും കേട്ടോ. 14 മോഡലാണ്, 15 രജിസ്റ്റർ ആണ്. ലോൺ ഏകദേശം 3.25 വരെ ലോൺ ചെയ്യും. ഒരു 75,000 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. അടുത്ത ഡാർക്ക് എഡിഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഫുൾ ബ്ലാക്ക് നല്ലൊരു കിഡ്ലൻ സെഡാൻ സിയാസ്. ഇതിലിപ്പോ മറ്റേ 2014 ലാസ്റ്റ് ആണ് ഈ വാഹനം. ബ്ലാക്ക് ആണ്, ZDA ആണ്, ZDA ഓപ്ഷൻ ആണ്. മറ്റേ ലോണും കാര്യങ്ങളൊന്നും ഇപ്പൊ നിലവിലില്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആട്ടോ ഈ വാഹനം. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇൻഷുറൻസ് പുതിയത് 5 ലക്ഷം IDV ഉള്ള പുതിയ ഇൻഷുറൻസ് ഉണ്ട്. വണ്ടിയിൽ വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. ഇപ്പൊ ഈ വാഹനം എല്ലാം പക്കയാണ്. കമ്പനി സർവീസ് ഉണ്ട് കേട്ടോ, ഷോറൂം സർവീസ് ഉണ്ട്. 1.25 ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. ഫുള്ള് സർവീസ്. മൈലേജിന്റെ കാര്യത്തിൽ സിയാസ് എന്ന് പറയുന്നത് നമുക്ക് വലിയ തെറ്റില്ലാത്തൊരു മൈലേജ്, 20 കിലോമീറ്ററിന് അടുത്ത് മൈലേജ് കിട്ടുന്ന. ഇതിന് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അതുപോലെ തന്നെ കമ്പനി റിവേഴ്സ് ക്യാം, സെൻസർ, കൺട്രോൾസ്, അതുപോലെ തന്നെ കമ്പനി സെറ്റ്, ക്ലൈമറ്റ് കൺട്രോൾ, AC, ഡുവൽ എയർ ബാഗ്, ABS, മിറർ, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ കമ്പനി വീല് മാറ്റിയിട്ട് അവര് ഒരു അടിപൊളി വീല് ചെയ്തിട്ടുണ്ട്. ഈ വാഹനം നമ്മള് 5.5 റേറ്റ് ഇട്ടിരിക്കുന്ന വാഹനം 5,20,000 രൂപക്ക് നമുക്ക് വാഹനം കൊടുക്കാം. 5,20,000 രൂപക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. റേറ്റ് ഇനിയും നെഗോഷ്യബിൾ ആണ്. കസ്റ്റമർ വന്നോട്ടെ. പുതിയ ഇൻഷുറൻസ് നിലവിൽ എടുത്തിട്ടുണ്ട്. 5 ലക്ഷം IDV ഉണ്ട്. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാം. വീണ്ടും നമ്മളൊരു സണ്ണി, സണ്ണി ഇത് ന്യൂ മോഡൽ ആട്ടോ. 14 നേരത്തെ കണ്ടത് അത് പ്രൈവറ്റ് ആയിരുന്നു, പിന്നെ ടാക്സി ആക്കിയതാണ്. ഇത് നിലവില് പ്രൈവറ്റ് ഉള്ള വാഹനമാണ്. 2014 ന്യൂ മോഡൽ വരുന്ന
വാഹനം. ഇതിപ്പോ XV പ്രീമിയം ആണ്. അത് അതിന് തൊട്ട് താഴെ ഇത് XV പ്രീമിയം വരുന്ന 14 ഡിസംബർ ആട്ടോ വാഹനം. ന്യൂ ഷേപ്പ് വാഹനം. ഒരു കംപ്ലൈന്റും നിലവിൽ വണ്ടിയിലില്ല. വാഹനം 2014 ലാസ്റ്റ് ആവുമ്പോ ഒരു വണ്ടി എടുക്കുമ്പോൾ ഓയിലും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറണം. ബേസിക് ആയിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ, AC, കമ്പനി സ്റ്റീരിയോ, അലോയ്, അതുപോലെ തന്നെ റിവേഴ്സ് ക്യാം എല്ലാം വരുന്ന വാഹനം. ലെതർ സീറ്റ് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കമ്പനി ലെതർ ആണ്. നമുക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്ന ന്യൂ മോഡലില് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വരുന്ന ന്യൂ മോഡൽ വരുന്ന സണ്ണി നമ്മൾ 4.25 ലക്ഷം റുപ്യ ഇവിടെ ചോദിച്ചിരുന്നത് 3,90,000 രൂപക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. 3,90,000 രൂപക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. മാക്സിമം ഡിസ്കൗണ്ട് ആണ്. മാക്സിമം കസ്റ്റമർ വന്നോട്ടെ. വണ്ടി മാക്സിമം ഇറക്കി കൊടുക്കണം. പഴയ സ്റ്റോക്കുകളൊക്കെ മൊത്തം വിറ്റ് കാലിയാക്കാണ് മൊത്തം. നമുക്ക് ലോൺ എത്ര? 3.5 ലക്ഷം ലോൺ ചെയ്യാം. 10-40 ഉറുപ്പ ഉണ്ടെങ്കിൽ 23 കിലോമീറ്ററും നല്ല അടിപൊളി സ്പേസ് ഉള്ള ഡീസൽ എഞ്ചിന് വരുന്ന സണ്ണി, അതും അടിപൊളി വാഹനമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഒരു 40 ഉറുപ്പ 50 ഉറുപ്പ ഉണ്ടെങ്കിൽ. റാപ്പിഡ് ഈ പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസ്, മൈലേജ്, അതും ഓട്ടോമാറ്റിക് DST ഗിയർ ബോക്സ്. ഡീസലിന് DST ഗിയർ ബോക്സ്. ഡീസൽ എഞ്ചിനില് DST ഗിയർ ബോക്സ് പറഞ്ഞാല് അതേപോലെ തന്നെ പവർ ഉണ്ട്. പെട്രോൾ വണ്ടിനേക്കാളും ഡബിൾ പവർ ആണ്. ടെർബോ കാര്യങ്ങളൊക്കെ വരുന്ന നിങ്ങൾക്ക് അറിയാലോ, പറഞ്ഞിട്ട് ആവശ്യമില്ല. ഇതും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 2015 ആണ്. നിലവിൽ ഇപ്പോ ഓണർഷിപ്പ് 3rd ആയിട്ടുണ്ട്. റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. അലോയ് വീല്, ഡുവൽ എയർ ബാഗ്, ABS, സ്റ്റാരിംഗ് കൺട്രോള്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, അതുപോലെ ക്ലൈമറ്റ് കൺട്രോൾ, AC എല്ലാ ഓപ്ഷനും വരുന്ന ഒരു റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. 5.25 ലക്ഷം റുപ്യക്ക് കമ്പനിയിൽ നിലവിൽ മാർക്കറ്റിൽ വിറ്റുകൊടുക്കുന്നതാണ് ഈ DST ഗിയർ ബോക്സ് വരുന്ന ഡീസൽ എഞ്ചിന് റാപ്പിഡ്. ഈ സ്കോഡ റാപ്പിഡ് നമുക്ക് 15 മോഡൽ സ്കോഡ റാപ്പിഡ് വെറും 5 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. അതും നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആണ്. ഓരോ വണ്ടിയിലും സ്പെഷ്യൽ റേറ്റ് ആണ്. 5 ലക്ഷം റുപ്യക്ക് റാപ്പിഡ് റീപ്ലേസ് ഇല്ലാത്ത വെറും 89,000 കിലോമീറ്റർ ആയിട്ട് പോകും. ഡീസലിന് 89,000 കിലോമീറ്റർ ഓടിയ റാപ്പിഡിന് എന്താണെങ്കിലും 5.25 ലക്ഷം റുപ്യ നിങ്ങൾ മാർക്കറ്റിൽ കൊടുക്കണം. 5 ലക്ഷം റുപ്യ കൊടുക്കാം. ഒരു റീപ്ലേസ്, ഫ്ലഡ്, ആക്സിഡന്റ് ഒന്നുമില്ല എന്നുള്ള ഗ്യാരണ്ടിയിൽ കൊടുക്കാം. നമുക്ക് ലോണ് 5 ലക്ഷത്തിനടുത്ത് ലോൺ ചെയ്യാം. അടുത്ത വീണ്ടും നമുക്കൊരു കിഡ്ലം വാഹനമാണ്. നമ്മള് സിറ്റി പറഞ്ഞ പോലെ തന്നെ സെഡാനിലൊരു പ്രീമിയം രാജാവ് എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന്റെ യാത്രാ കംഫർട്ടാണ്. 20 കിലോമീറ്റർ മൈലേജും, അതും ഡാർക്ക് എഡിഷനിൽ. ഏറ്റവും കൂടുതൽ ആളുകൾ ബ്ലാക്കിലാണ് കാറുകൾ അന്വേഷിച്ച് അൾട്ടിസ് നടക്കുന്നത്. അതിൽ പെട്ടൊരു വാഹനം. അതും കമ്പനി ഹിസ്റ്ററി ഉണ്ട്, സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോന്നാൽ മതി. യാതൊരുവിധ റീപ്ലേസ് വണ്ടിയിലില്ല. ഈ വാഹനം നമ്മൾ 1.30 ഓടിയിട്ടുണ്ട് വാഹനം. സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ഒരു പേടി പേടിക്കണ്ട. കാരണം കമ്പനി 10 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം കിലോമീറ്റർ ധൈര്യപ്പെട്ട് ഓടിക്കാൻ പറ്റുന്ന കമ്പനി ഓടുന്നതിനനുസരിച്ചാണ് വണ്ടി കംഫർട്ട് ആയിട്ട് വരുന്നത്. കാരണം 1 ലക്ഷം കിലോമീറ്റർ ഓടിയാലേ വണ്ടി ഒന്ന് ചാലു ആകുള്ളൂ ഈ വാഹനം. അതെ അതെ അതെ. ഇത് നമുക്ക് 4,40,000 രൂപ ചോദിച്ചിരുന്ന വണ്ടിയാണ്. നമ്മൾ വെറും 4 ലക്ഷം റുപ്യ കൊടുക്കാം. 4 ലക്ഷം റുപ്യക്ക് ഈ വാഹനം അൾട്ടിസ് ഒരു റീപ്ലേസ് ഇല്ലാന്നുള്ള ഗ്യാരണ്ടിയിൽ കൊടുക്കട്ടോ. റീറേഷൻ ചെയ്താണ്. ഈ വാഹനം നമുക്ക് 4 ലക്ഷം റുപ്യക്ക് വാഹനം ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. നിങ്ങൾ പൈസ പോലും വരുന്നില്ല. തീർച്ചയായിട്ടും അതും അടിപൊളി വാഹനം കേട്ടോ. ധൈര്യപ്പെട്ട് എടുത്തുകൊണ്ടാകാം. മൈലേജിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ കണ്ട. 20 കിലോമീറ്റർ ഡീസലിൽ മൈലേജ്, കുറഞ്ഞ മെയിൻ്റെനൻസ്. അടുത്ത നമ്മളൊരു രാജാവിനെ തന്നെയാണ് പരിചയപ്പെടുന്നത്. ടാറ്റയിലെ ഏറ്റവും വലിയ വണ്ടി അല്ലേ? അതായത് ടാറ്റ നമ്മള് ലാൻഡ് ലോവർ ഒക്കെ വാങ്ങി അതിനുശേഷം ആ ഒരു ലാൻഡ് ലോവർ ഡിസ്കവറിന്റെ സെയിം പ്ലാറ്റ്ഫോമിൽ ഇറക്കിയ വാഹനമാണ്. ജാഗോർ, റേഞ്ച് റോവർ എല്ലാം ടാറ്റന്റെ കയ്യിലാണ് ഇപ്പോ. അത്രയും ബിൽഡ് ക്വാളിറ്റിയിൽ ടാറ്റ ഇപ്പോ മുന്നിട്ട് നിൽക്കുന്നത്. പണ്ടത്തെ ടാറ്റ പോലെ ഒരു ബ്രാൻഡും അല്ല. അത്രയും മാറ്റം വരുത്തിയിട്ടുണ്ട്. വണ്ടിന്റെ അകത്ത് കയറുമ്പോൾ ലക്ഷറി ടച്ച് ആണ് ഏത് ഭാഗത്തും. ഈ വണ്ടിയുടെ പ്രത്യേകത എല്ലാവരുടെ സ്വപ്നമാണ്. അതെ, ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി ഡിസൈൻ തന്നെ ചെയ്തത്. മൊത്തം വണ്ടിയൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ഒരു ബെസ്റ്റ് ചോയ്സ്. ഡീസൽ എഞ്ചിന് 33 ലക്ഷം റുപ്യ ഇപ്പൊ നിലവിൽ വില. 33 ലക്ഷം രൂപ വില വരുന്നിട്ടുള്ള വണ്ടിയാണ്. നല്ലൊരു ഓഫർ റേറ്റിന്. അന്ന് ഈ വാഹനം ഇറങ്ങുമ്പോൾ 27 26 രൂപ അന്ന് വന്നിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡ് ഡീസലില് ആരിയർ XZ പ്ലസ് ആണ് വാഹനം.
ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാമ്, കമ്പനി എല്ലാം 10 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുള്ള വാഹനമാണ്. ഉൾഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ റിയാസ് ഭായി പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. നമ്മള് ഒരു പ്രീമിയം ലെവലിൽ അത്രയും പ്രീമിയം എന്ന് പറഞ്ഞാല് ഒരു ഭാഗം നമ്മൾ അതിന്റെ ആ ഒരു എല്ലാ ഭാഗവും ഓരോ ഭാഗവും സ്പേസ് ആയിട്ട് അവര് അത് ടച്ച് ചെയ്തിട്ടുണ്ട്. അതെ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, 10 എയർ ബാഗ്, ലെതർ സീറ്റ് ഒക്കെ. ഈ വാഹനം നിങ്ങൾ റേഞ്ച് റോവർ കയറി കഴിഞ്ഞാൽ മാത്രമേ ഇത്രയും ക്വാളിറ്റിയുള്ള സീറ്റ് ഒക്കെ കാണുള്ളൂ. ചെയ്തിട്ടുള്ളത്. അതെ, ഇവന്റെ നിലവിൽ ഡീസലാണ്, ഫുൾ കമ്പനി സർവീസ്. 90,000 ഇപ്പൊ നിലവിൽ ഓടിയിട്ടുണ്ട്, 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 89 വരെ സർവീസ് ഷോറൂമിൽ ചെയ്തിട്ടുണ്ട്. 4 ടയറും ഒരു 90% 4 പുത്തൻ ടയർ ഉണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ്, 10 എയർ ബാഗ്, പുഷ് ബട്ടൺ, കീലെസ് എൻട്രി, പിന്നെ അത് എക്സ്ട്രാ ഒന്നും പറയണ്ട, ഫുൾ ഓപ്ഷൻ. ഇന്ന് ഈ വാഹനം 33 ലക്ഷം റുപ്യന്റെ വാഹനമാണ്. അന്ന് ഇറങ്ങുമ്പോൾ 27 ലക്ഷം റുപ്യന്റെ 26 ലക്ഷം റുപ്യന്റെ വില വരുന്ന വാഹനമാണ്. 12,90,000 രൂപ നമ്മൾ ഇവിടെ ചോദിച്ചു. പകുതിയല്ല, 1/3 ഭാഗം ആകുന്നുള്ളൂ. അതിലും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. 12.5 ലക്ഷം രൂപക്ക് ഈ ഹാരിയർ കൊടുക്കാൻ പറ്റും. ലോണ് 15 ലക്ഷം രൂപ ലോണ്, 3 ലക്ഷം രൂപ ക്യാഷ് ബാക്ക്, 15 ലക്ഷം രൂപ ലോണ്. 10 ലക്ഷത്തിന്റെ മുകളിലാവുമ്പോ IT വേണ്ടി വരും. ചില ബാങ്കുകൾക്ക് IT വേണ്ട, ചില ബാങ്കുകൾക്ക് IT വേണം. അപ്പൊ നിങ്ങൾ ഒരു 3 ലക്ഷത്തിലൊരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വണ്ടി എടുത്തോളൂ. അങ്ങനെയാണ് പോവുകയും ചെയ്യാം. വേറെ റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, ഫ്ലഡ് ഇല്ല, ഫുള്ള് സർവീസ് ആണ്. 17 കിലോമീറ്റർ മൈലേജ് ഉണ്ട് ഈ വാഹനത്തിന്. ഇതൊക്കെ ഫോർച്യൂണറിന്റെ ആ ഒരു വലുപ്പം കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. അടുത്താണ് നമുക്ക് ഇനി ഒരു SUV നമുക്ക് ഒരു വിപ്ലവം കൊടുക്കുന്ന മോഡൽ തന്നെയാണ് അല്ലെ. ഈ വാഹനം ഇറങ്ങിയതിനു ശേഷം കോമ്പാക്ട് XUV ഒരു വലിയൊരു സാധ്യത ഉണ്ടെന്ന് പഠിച്ച ഇന്ത്യൻ മാർക്കറ്റ് പഠിച്ച വാഹനമാണിത്. 2016 ലാസ്റ്റ്. ഇത് ഓട്ടോമാറ്റിക് ആട്ടോ, ഓട്ടോമാറ്റിക് ഡീസൽ. 18-17 കിലോമീറ്റർ ഒക്കെ മൈലേജ് പറയുന്നുണ്ട്, ഒരു 16 കിട്ടുന്നുണ്ട്. അത്രയും ബോഡി വെയിറ്റും പെർഫോമൻസും. യോക്കോമോയുടെ പുത്തൻ ടയർ, 4 കരിം പുത്തൻ ടയറാണ്. പുതിയ പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് ഇപ്പൊ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് പറയുമ്പോൾ ഏകദേശം 10-25,000 രൂപയുടെ അടുത്ത് വില വന്നിട്ടില്ല. അതൊക്കെ സിംഗിൾ ഓണർ ആണ്, ഫുള്ള് കമ്പനി സർവീസ് ആണ്. ഷോറൂമിൽ നിന്നല്ലാതെ സർവീസ് ഇല്ല. ഇപ്പൊ സർവീസ് കഴിഞ്ഞിട്ട് വെറും 500 കിലോമീറ്റർ ആ വണ്ടി ഓടിയിട്ടുള്ളൂ ഡീസലില്. എടുത്തു കൊണ്ട ദൂരം മാത്രം, അത് പോളിഷ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതില്ല ദൂരം മാത്രമേ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, ഫ്ലഡ് ഇല്ല. ഏറ്റവും ടോപ്പ് ഉണ്ട് RX Z ഡീസലില് ഓട്ടോമാറ്റിക് വരുന്ന ഡസ്റ്റർ. നിങ്ങൾക്ക് ഓഫർ റേറ്റിന് 6,90,000 രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. ഡീസൽ ഓട്ടോമാറ്റിക്, അതും RX Z സിംഗിൾ ഓണർ, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്. ഇതിൽ ക്രൂസ് കൺട്രോൾ, പിന്നെ ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഡയമണ്ട് കട്ട് വീല്, എല്ലാ ഓപ്ഷനും വരും. കമ്പനി സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ, സെൻസർ, ടച്ച് സ്ക്രീന്, അതുപോലെ തന്നെ നാവിഗേഷന്, വോയിസ് കൺട്രോൾ എല്ലാം വരുന്ന വാഹനം. ലോണ് 8 ലക്ഷം റുപ്യന്റെ അടുത്ത് ലോൺ കിട്ടും. 7 ലക്ഷം രൂപ കൺഫേം ആയിട്ട് കിട്ടും. ഒരു 60-70 നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം വണ്ടി എടുക്കുമ്പോൾ. ധൈര്യപ്പെട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടി. അതെ, സെയിം ആണ്, പക്ഷേ ബ്രാൻഡിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ഫ്രഞ്ച് ആണ്, ഒന്ന് ജാപ്പനീസ് ആണെന്നുള്ളൊരു. ഇത് 2013 മോഡൽ, 14 രജിസ്റ്റർ. ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന 85 ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം. മൈലേജ് കൂടും, 20 കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടും. മാനുവൽ ആണ്, ഡീസൽ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ, ലേഡി യൂസിംഗ് ആണ്. ടയർ 4 പുത്തൻ ടയർ, മറ്റേ ബ്രിജിസ്റ്റോന്റെ പുതിയ ടയറാണ്. വേറെ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല. ഇപ്പൊ നിലവില് വണ്ടി മെക്കാനിക് റീപ്ലേസ് കാര്യങ്ങളൊന്നും നിലവിലില്ല. മെക്കാനിക് ഒക്കെ പക്കാ കണ്ടീഷൻ ആട്ടോ, ധൈര്യപ്പെട്ട് കൊടുക്കാം. സർവീസ് ബുക്ക് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഡുവൽ എയർ ബാഗ്, ABS, അലോയ് വീല്, ഡയമണ്ട് കട്ട് വീല്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, എല്ലാ ഓപ്ഷനും വരുന്ന എക്സൽ ഓപ്ഷൻ ആണ്. 85 ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം, അതും സിംഗിൾ ഓണർ, പക്കാ കേരള വണ്ടി. 14 6 മാസമാണ് ഡെലിവറി, 6 മാസം രജിസ്റ്റർ. ഈ വാഹനം നമുക്ക് 4,50,000 രൂപ നമ്മൾ ചോദിച്ചിട്ടുള്ള റേറ്റ്. ഫൈനൽ 4,30 നമുക്ക് വാഹനം കൊടുക്കാൻ പറ്റും. സ്പെഷ്യൽ റേറ്റ്. ഇതിന്റെ ഒക്കെ 4 ടയർ മാറുമ്പോൾ 30,000 രൂപന്റെ അടുത്ത് പോകട്ടോ. 8,000 രൂപന്റെ മുകളിൽ ഒരു ടയർ, 4 ഇത് ഫുൾ ലോൺ കിട്ടൂല, കാരണം മോഡൽ കുറവായതുകൊണ്ട്. 14 താഴെ ആകുമ്പോൾ ലോൺ കിട്ടൂല, ഫുൾ ലോൺ കിട്ടൂല. 1 ലക്ഷം രൂപ മുടക്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം, ധൈര്യപ്പെട്ട് ഇറക്കി കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് 4 ലക്ഷം IDV എടുത്തും കൊടുക്കാം കസ്റ്റമർക്ക്. അപ്പൊ നമുക്ക്
തൽക്കാലം ഞങ്ങൾ ഒരു പാർട്ടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്, ഒരുപാട് വാഹനങ്ങളായിട്ടുണ്ട്. ഒരു നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കറിയാം ഈ പ്രൈസിന്റെ വ്യത്യാസങ്ങൾ. മാക്സിമം യൂസ് ചെയ്തോളൂ. വാഹനം എടുക്കാൻ ഈ മാർച്ചിലൊക്കെ ഏറ്റവും ബെസ്റ്റ് സമയമാണ്. നോമ്പിന്റെ ചൂടാണ്, പെരുന്നാളിനൊന്ന് അടിച്ചു അതാണ് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതാവണോ വെക്കേഷൻ പൊളിച്ചിട്ട് മഴക്കാലത്ത് നിങ്ങൾക്ക് ഇതാവണോ ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു രൂപയില്ലാതെ ഇഷ്ടം പോലെ വണ്ടികൾ, അതും നല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ കേട്ടോ. വെറൈറ്റി കളർ, വെറൈറ്റി കളർ. അതും നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആണ് നമ്മളെ വീഡിയോക്ക് വേണ്ടിട്ട് തീർച്ചയായിട്ടും റേറ്റ് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുന്നവർക്ക് അറിയാം, ഒക്കെ പ്രൈസ് മാക്സിമം കുറച്ചിട്ട് സെയിൽ കൂട്ടുകയാണ്. കാരണം ഒരുപാട് പഴയ സ്റ്റോക്കുകളുള്ള വാഹനങ്ങളൊക്കെ മാക്സിമം വിറ്റ് ഒഴിവാക്കുകയാണ്. നമുക്ക് കിട്ടിയ വില ഒന്നും താത്തി കൊടുക്കാൻ ഉദ്ദേശിച്ച് ഞങ്ങൾ തവണ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പിൾ മാത്രമാണ്. തീർച്ചയായിട്ടും. പക്ഷെ ഈ ഒരു പാർട്ട് നിങ്ങൾ നിർത്തണ്ട, ഉടനെ തന്നെ നമ്മൾ അടുത്തൊരു പാർട്ട് അടുത്ത ദിവസം തന്നെ വരും. അടിപൊളി പ്രൈസിലുള്ള വാഹനങ്ങൾ വരുന്നുണ്ട് അടുത്തത്. അതിൽ ആ ഒരു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഫോർച്യൂണറിന്റെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. പ്രത്യേക കാര്യം പറയാനുള്ളത് കേരള വണ്ടി ഫോർച്യൂണർ ഉണ്ട്. അതും നല്ല ഓഫർ, ഡീലർ പ്രൈസിന് കൊടുക്കാൻ പറ്റുന്ന പ്രൈസിൽ. അപ്പൊ അതാണ് ആ വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്തോളി, മിസ്സാക്കണ്ട. നല്ല കിടിലം പാർട്ടിയിൽ ഞങ്ങൾ അടുത്ത ദിവസം വീണ്ടും വരും. നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്നും പെരിന്തൽമണ്ണ റൂട്ടില്, അതായത് നമുക്ക് ഇനി ട്രെയിനൊക്കെ വരുന്നവർക്കാണെങ്കിൽ നമ്മൾ നിലമ്പൂർ റോഡ് വണ്ടി വന്നിട്ട് വാണിയമ്പലം അല്ലെ അങ്ങനെ വരാം. അപ്പൊ ഇത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്, ഇവരെ വീട് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് 24 hours നിങ്ങൾക്ക് വന്നാലും നമുക്ക് ഇവിടെ സേവനം. ഇനി ലോങ് ഒക്കെ ഉള്ളവര് വന്നിട്ട് വൈകിപ്പോയി എന്നുള്ളൊരു ടെൻഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഷോറൂമിലാവുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു വീട്ടിലേക്ക് വരുന്ന പോലെ നേരെ പോരി. അപ്പൊ ഈ റമദാനത്തിന് 3-4 ഡെലിവറികളെ ഇവിടുന്ന് നോമ്പ് തുറന്നിട്ടാണ് അവര് പറഞ്ഞു വെച്ചിട്ടില്ല. അത്രയും കണ്ടീഷനിലൊക്കെ നമ്മള് ചെയ്തിട്ടുണ്ട് അവര്. അവിടെ വീട്ടിലോട്ട് എത്തൂല്ല, എന്നാ വണ്ടി എടുത്ത് ഇവിടുന്ന് പോകും വേണം. അപ്പൊ നമ്മൾ തന്നെ ചെറിയ രീതിയിലാണെങ്കിലും അതിന്റെ സൗകര്യങ്ങൾ അപ്പൊ എന്താണ്, നമുക്ക് നേരെ ഒരു സെമീർമാൻ വീട്ടിലേക്ക് വരുന്നോളി. ആ ഒരു വീട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നല്ല നല്ല വാഹനങ്ങൾ, അത് നമുക്ക് ഗ്യാരണ്ടിയിൽ വിത്ത് സർവീസ് സിസ്റ്റമുള്ള നല്ല അടിപൊളി പൊളി വാഹനങ്ങൾ നമുക്ക് ടെൻഷനും കൂടാതെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. എടുത്തോളി, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ നിങ്ങൾ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്തോളി. നല്ലൊരു അടിപൊളി പാർട്ടാണ്. അടുത്തൊരു പാർട്ടിന് വേണ്ടി ഇതേപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തോളിട്ടോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ച് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് സെമി.